പത്തനംതിട്ട കോയിപ്രം സ്റ്റേഷനിൽ യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി. വഴിതർക്കവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ എത്തിച്ച യുവാവിനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. ശേഷം കഞ്ചാവ് കേസിൽ പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. കോയിപ്രം CI സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്നും പരാതിക്കാരൻ. അടി കൊണ്ട് ശ്വാസം വിടാൻ വയ്യ. ബാക്കി പറഞ്ഞ തുള്ളല് കഴിഞ്ഞപ്പം അവരുടെ പന്ന മഗ്ഗിനകത്ത് വെള്ളം ഇല്ല. പൂച്ച കുടിച്ചാണോ പട്ടി കുടിച്ചാന്ന് പോലും എനിക്കറിയത്തില്ല. ഒരു മഗ്ഗിനകത്ത് വെള്ളം. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ശ്വാസം വിടാൻ പറ്റുന്നില്ല ആ വെള്ളം. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അതെന്റെ കവളെ കുത്തി പിടിച്ചിട്ട് ഈ ജോബിൻ വായിലോട്ട് ഒഴിച്ചു. കവളെ കുത്തി പിടിച്ചു എന്റെ വായിലോട്ട് ഒഴിച്ചു തരുക. CI സുരേഷ് കുമാറും പോലീസ് ഉദ്യോഗസ്ഥനായ ജോബിനും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച ശേഷം അഴുക്കുവെള്ളം കുടിപ്പിച്ചു. കോഴഞ്ചേരി പുല്ലാട് സ്വദേശി കണ്ണനാണ് കോയിപ്രം പോലീസിൽ നിന്നും ക്രൂരമർദ്ദനമേറ്റത്. വഴിത്തർക്കവുമായി ബന്ധപ്പെട്ടാണ് കണ്ണൻ കോയിപ്രം പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഒത്തുതീർപ്പാക്കി വിടുകയും ഒരു പേപ്പറിൽ ഒപ്പിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടെന്ന സമൻസ് വന്നു. ഇന്നലെ സമൻസ് വന്നേക്കുന്നു. ഞാൻ കഞ്ചാവ് കേസ് പ്രതിയെ കഞ്ചാവ് കൈവശം വെച്ച് ഞാൻ ഒരു ഗുമസ്തയെ വിളിച്ച് ചോദിക്കും. വക്കീലൊരു ഗുമസ്തയെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് അറിയുന്നത് ഇത് താങ്കൾക്ക് കഞ്ചാവ് കൈവശം വെച്ചതോ വലിച്ചെന്നോ പറഞ്ഞുകൊണ്ടുള്ള പെറ്റിയാണെന്ന്. അരുൺകുമാർ എന്ന് പറഞ്ഞൊരു പോലീസാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ കേട്ടു. അന്നേരം ഞാൻ സ്റ്റേഷനിൽ ചെന്നു. നീ ഇവിടെ മാറി നിൽക്കാൻ പറഞ്ഞു. ഒരു 5-10 മിനിറ്റിനകം CIയും ജോബിൻ എന്ന് പറഞ്ഞ പോലീസുകാരനും കൂടെ വാഹനമായിട്ട് വന്ന് കയറുന്നു. രണ്ടുപേരും യൂണിഫോം മാറുന്നു. ഈ ജോബിന് എന്നെ തോളത്ത് കൈയിട്ടുണ്ട് അകത്തോട്ട് കൊണ്ടുപോവാണ്. കുനിച്ച് നിർത്തിയത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഈ സൈഡോ പുറമോ എൻ്റെ വാരിയല്ലോ കണ്ണും ചെവിയും നിങ്ങൾക്ക് വേണേൽ പരിശോധിക്കുക. അത് ഞാൻ എപ്പോഴും പറയുന്നു. ഈ ചെവി കൂടെ ചോരയാണ് ഇപ്പോഴും. എല്ലാ പണിക്കും പൊക്കോണ്ടിരുന്ന പുള്ളി അപ്പോൾ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുന്നില്ല. ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. സ്കൂൾ തുറന്നപ്പോൾ പിള്ളേർക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ കടം ഇടവ് മേടിച്ച പിള്ളേരെ സ്കൂളിൽ വിട്ടേക്കുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ആരോപണ വിധേയനായ കോയിപ്രം CI സുരേഷ് കുമാർ നിലവിൽ മറ്റൊരു കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ സസ്പെൻഷനിലാണ്. CI സുരേഷ് കുമാറിന് പുറമെ പോലീസ് ഉദ്യോഗസ്ഥനായ ജോബിനും ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ആരോപണമുണ്ട്. ഇരുവർക്കുമെതിരെ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. പത്തനംതിട്ട ജില്ലയിലെ പോലീസ് കുറ്റകൃത്യങ്ങൾ തുടർക്കഥയാവുകയാണ്. ക്യാമറാമാൻ അഫ്സൽ രാജിനൊപ്പം പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ്, ന്യൂസ് മലയാളം.